Good morning. In this module, we will be studying about knowledge in AI. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നോളജ് എന്ന് വെച്ചാൽ എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻഫർമേഷൻ അബൌട്ട് എ ഡൊമൈൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ ദാറ്റ് ഡൊമൈൻ. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയെ പറ്റിയുള്ള അറിവാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനാണ്. അതിനെ എന്തിനു ഉപയോഗിക്കാം? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഇൻ ദാറ്റ് ഡൊമൈൻ. ആ ഡൊമൈനിലെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ നോളജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഗെയിൻഡ് ബൈ എക്സ്പീരിയൻസസ് ഓഫ് ഫാക്ട്സ്, ഡേറ്റ ആൻഡ് സിറ്റുവേഷൻസ്. ഫാക്റ്റിനെ പറ്റിയും ഡേറ്റ പറ്റിയുള്ള സിറ്റുവേഷൻസിനെ പറ്റിയുള്ള എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് നോളജ് കിട്ടുന്നത്. So we are going to study about the types of knowledge. Basically, knowledge is divided into two basic types. The first one is explicit knowledge and tacit knowledge. Explicit knowledge എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള, അതായത് ബുക്സിൽ ഡിജിറ്റൈസ്ഡ് ഫോമിലായിട്ടുള്ള നോളജിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് നോളജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇഫ് യു സേ ദാറ്റ് ഇപ്പം വി സേ ലൈക്ക് ജവഹർലാൽ നെഹ്റു ഇസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സ്പ്ലിസിറ്റ് നോളജ്, റൈറ്റ്? അതായത് അതിനൊരു കൃത്യമായിട്ടൊരു അർത്ഥമുണ്ട്, അതിനൊരു ജസ്റ്റ് ഇറ്റ് ഈസ് ഡയറക്റ്റ്. Okay, so it is digitized in books, documents, reports, memos, etc. Documented information that can facilitate action. Okay, so it is easily identified, articulated, shared and employed. ഈ നോളജിനെ അക്വയർ ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ കുറേ കൂടി എളുപ്പമായിരിക്കും. നേരെ മറിച്ച് ടാസിറ്റ് നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നോളജ് ദാറ്റ് ഈസ് അക്വയർഡ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ജോബ്സ്. ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ് ടാസിറ്റ് നോളജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ പെയിൻറ്റിങ്, ഇറ്റ്സ് അതൊരു ടാസിറ്റ് നോളജാണ്, ഇറ്റ്സ് എ സ്കില്ലാണ്, അല്ലേ? അപ്പം ഈ ടാസിറ്റ് നോളജ് എന്ന് പറയുന്നത് ഷെയർ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ എക്സ്പ്ലിസിറ്റ് നോളജിനെ നമുക്ക് പറയാവുന്ന ഇറ്റ് ഈസ് കോൾഡ് നോ വാട്ട്. അതായത് നോ വാട്ട് എന്താണ് എന്നുള്ള അറിവാണ് എക്സ്പ്ലിസിറ്റ് നോളജ് എങ്കിൽ, ടാസിറ്റ് നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോ ഹൗ. എങ്ങനെ എന്ന ചോദ്യമാണ് ടാസിറ്റ് നോളജിന് ഉള്ളത്. എന്താണ് എന്ന ചോദ്യമാണ് എക്സ്പ്ലിസിറ്റ് നോളജ് എങ്കിൽ, നോ ഹൗ ആണ് ടാസിറ്റ് നോളജ്. ഓക്കെ, എക്സ്പ്ലിസിറ്റ് നോളജും ടാസിറ്റ് നോളജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലിസിറ്റ് നോളജ് ഈസ് ഒബ്ജക്റ്റീവ്, റാഷണൽ ആൻഡ് ടെക്നിക്കൽ. While on the other hand, tacit or implicit knowledge is subjective, cognitive and experimental learning. പല എക്സ്പെരിമെൻറ്റിലൂടെയാണ്, ട്രയൽ ആൻഡ് എററിലൂടെയാണ് ടാസിറ്റ് നോളജ് അക്വയർ ചെയ്യുന്നത്. സോ എക്സ്പ്ലിസിറ്റ് നോളജ് ഈസ് സ്ട്രക്ചേർഡ് വൈൽ ടാസിറ്റ് നോളജ് ഈസ് പേഴ്സണൽ. ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിരിക്കും ടാസിറ്റ് നോളജ്. ദെൻ ഫിക്സഡ് കോണ്ടൻ്റ് ആയിരിക്കും. കോണ്ടെക്സ്റ്റ് ഈസ് സെൻസിറ്റീവ് ഓർ സ്പെസിഫിക്. അപ്പം ജവഹർലാൽ നെഹ്റു ഇസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതേസമയം ടാസിറ്റ് നോളജ് ഈസ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ്. അതായത് ഇപ്പോൾ പെയിൻറ്റിംഗ് എന്ന് പറയുന്നു, ഒരു കളർ പെയിൻറ്റിങ് പോലെയല്ല ഒരു പെൻസിൽ കളർ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിങ്. So it is different, right? Then next is context independent and explicit. It is dynamically created and tacit. Then externalized and internalized, easily documented, difficulty to capture and codify. Tacit knowledge എന്ന് പറയുന്നത് കോഡിഫൈ ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. Then it is easy to codify, while tacit is difficult to share. Easy to share but has high value in tacit knowledge. So then it is hard to document and explicit is hard to transfer or teach or to learn. Okay, and tacit knowledge, it involves a lot of human interpretation. ധാരാളം ഹ്യൂമൻ ഇൻ്റർപ്രിട്ടേഷൻ വേണം ടാസിറ്റ് നോളജിന്. വെറുതെ ഒരു ഡേറ്റ അവിടെ ഉണ്ടായാൽ മാത്രം പോരാ, ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് എൻ എക്സ്പേർട്ട് സിസ്റ്റം ഓർ ഹ്യൂമൻ ടു ആക്ച്വലി ഇൻ്റർപ്രറ്റ് ഇറ്റ്. ഓക്കെ,
ദെൻ കുറച്ചുകൂടെ ഇൻറ്റേർണലായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ഡിവൈഡ് നോളജ് ഇൻ ടു 5 types. So they are called as declarative knowledge, procedural knowledge, meta knowledge, heuristic knowledge and structural knowledge. Okay. ഇതിൽ ഡിക്ലറേറ്റീവ് നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു നോ അബൌട്ട് സംതിങ്, ചിലതിനെ പറ്റിയൊക്കെയുള്ള ഒരു അറിവാണ് ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻക്ലൂഡ്സ് കോൺസെപ്റ്റ്സ്, ഫാക്ട്സ് ആൻഡ് ഒബ്ജക്ട്സ്. ഓക്കെ, ചില കോൺസെപ്റ്റുകൾ, ചില ഫാക്റ്റ് ബേസ്ഡ് ആണ് ഡിക്ലറേറ്റീവ് നോളജ്. So it is also called a descriptive knowledge, and expressed in declarative sentences. Declarative sentences-ലായിരിക്കും നമ്മൾ ഡിക്ലറേറ്റീവ് നോളജ് റെപ്രസെൻറ്റ്. ഇപ്പം ജസ്റ്റ് ലൈക്ക് വാട്ട് ഐ സെഡ് ബിഫോർ, ജവഹർലാൽ നെഹ്റു ഇസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇറ്റ് ഇസ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, റൈറ്റ്? അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് നോളജ് ആണ് ഡിക്ലറേറ്റീവ് നോളജ്. ഇറ്റ് ഈസ് ആക്ച്വലി സിംപ്ലർ ദാൻ പ്രൊസീജിയറൽ നോളജ്. ഓക്കെ, പ്രൊസീജിയർ നോളജിനേക്കാൾ എളുപ്പമാണ്. So procedural knowledge is also called as imperative knowledge. Okay, procedural knowledge is a type of knowledge that is responsible for knowing how to do something. നമ്മൾ നേരത്തെ പറഞ്ഞ ടാസിഡ് നോളജുമായിട്ട് സിമിലർ ആണ്. അതായത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് അതിനൊരു പ്രൊസീജിയർ ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി അപ്ലൈഡ് ടു എനി ടാസ്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൗ ടു calculate the GCD of two numbers. It is based on a procedure, right? So then it includes rules, strategies, procedures, agendas, etc. Procedure knowledge depends on the task which it can be applied. ഓരോ ടാസ്കിനും അനുസരിച്ച് പ്രൊസീജിയർ നോളജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് GCD കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ വി കാൽക്കുലേറ്റ് HCF. അതുപോലെയല്ല വി കാൽക്കുലേറ്റ് ദി sum of two numbers. So it is different, right? അപ്പോൾ procedure knowledge is depend on the task which it can be applied. അപ്ലൈ ചെയ്യുന്ന ടാസ്കിനനുസരിച്ച് പ്രൊസീജിയറൽ നോളജ് ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഇസ് മെറ്റാ നോളജ്. അതായത് മെറ്റാ നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നോളജ് അബൌട്ട് നോളജ്. അതായത് എന്തൊക്കെ അറിയാം എന്നതിനെ പറ്റിയുള്ളൊരു നോളജാണ് മെറ്റാ നോളജ്. ഇറ്റ് ഈസ് എ നോളജ് അബൌട്ട് ദി അതർ ടൈപ്സ് ഓഫ് നോളജ്. മറ്റ് നോളജുകൾ, അതായത് ഇപ്പോൾ ഏതൊക്കെ നോളജ് ഉണ്ട്, അതൊക്കെ ഏത് ടൈപ്പാണ് എന്നതിനെ പറ്റിയുള്ള ഒരു അറിവാണ് മെറ്റാ നോളജ് എന്ന് പറയുന്നത്. Now heuristic knowledge. Okay, heuristic knowledge is representing the knowledge of some experts in a field or subject. ഏതെങ്കിലും ഒരു തരത്തിലുള്ള എക്സ്പേർട്ടിൻ്റെ നോളജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള അയാളുടെ ഒരു ഇതാണ് ഹ്യൂറിസ്റ്റിക് നോളജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നോളജ് ഈസ് യൂസ്ഡ് ഓഫ് തമ്പ് ബേസ്ഡ് ഓൺ പ്രീവിയസ് എക്സ്പീരിയൻസസ്, അവെയർനെസ് ഓഫ് അപ്രോച്ചസ് ആൻഡ് വിച്ച് ആർ ഗുഡ് ടു വർക്ക് ബട്ട് നോട്ട് ഗ്യാരണ്ടീഡ്. അതായത് ഹ്യൂറിസ്റ്റിക് നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് എക്സ്പീരിയൻസസ്, മുൻകാല പരിചയത്തിൽ ബേസ്ഡ് ആയിരിക്കും ഹ്യൂറിസ്റ്റിക് നോളജ്. ആൻഡ് ഇറ്റ് ഹാസ് ആൻ അവെയർനെസ് ഓഫ് അപ്രോച്ചസ്. ഓക്കെ, അതിനകത്ത് ഏതാണ് നല്ലത് ഏത് നല്ലതല്ല എന്നുള്ളതിനെ പറ്റിയും ഹ്യൂറിസ്റ്റിക് നോളജിൽ ഒരു അറിവ് ഉണ്ടായിരിക്കും. Now structural knowledge. Okay, structural knowledge is actually the basic knowledge to problem solving. Problem solving in the basic knowledge എന്ന് പറയുന്നത് structural knowledge ആണ്. It describes relations between various concepts such as a kind of, part of and grouping of something. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ if you are trying to group mammals together, അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു പൂച്ച, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മാമൽ അല്ലേ, അതൊരു മാമലിൻ്റെ കൈൻഡാണ്, അല്ലെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മാമൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തത്ത, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ബേർഡ്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ സോ ഇറ്റ് ഈസ് സ്ട്രക്ചറൽ നോളജ്. ഇറ്റ് ഹാസ് ഗോട്ട് സം സ്ട്രക്ചർ ടു ഇറ്റ്. So it describes a relationship that exists between concepts or objects. ഒബ്ജക്ട്സിനോ കോൺസെപ്റ്റിനോ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രക്ചറൽ നോളജിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. So that is it. We have 5 kind of knowledges. The first one is descriptive knowledge, then procedural knowledge, meta knowledge, heuristic knowledge and structural knowledge. Okay. Now we are moving on to the next session, that is knowledge based system. So knowledge based system എന്ന് പറയുന്നത്, knowledge based system is a form of artificial intelligence that aims to capture the knowledge of human experts to support decision making. അതായത് കുറച്ച് നോളജിനെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ട് അതിനെ ക്യാപ്ചർ ചെയ്തിട്ട്
they use expert system or human expertise ഉപയോഗിച്ച് ഡിസിഷൻ മേക്കിങ്ങിന് പര്യാപ്തമാക്കി എടുക്കുന്നതാണ് നോളജ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഒരു നോളജ് ബേസ്ഡ് സിസ്റ്റത്തിനകത്ത് മെയിനായിട്ട് 3 പാർട്സ് ഉണ്ടായിരിക്കും. ദർ ഇസ് എ നോളജ് ബേസ്, ദർ ഇസ് എൻ ഇൻഫറൻസ് എൻജിൻ ആൻഡ് ദർ ഇസ് എ യൂസർ ഇൻ്റർഫേസ്. ഓക്കെ, സോ നോളജ് ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ദി എക്സ്പേർട്ട് സിസ്റ്റം. പക്ഷേ എക്സ്പേർട്ട് സിസ്റ്റത്തിനും നോളജ് ബേസിനും തമ്മിൽ ഒരു ചെറിയ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. സോ വാട്ട് ഈസ് എൻ എക്സ്പേർട്ട് സിസ്റ്റം? സോ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻ എക്സ്പേർട്ട് സിസ്റ്റം ഈസ് എ കമ്പ്യൂട്ടർ സിസ്റ്റം എമുലേറ്റിംഗ് ദ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഓഫ് ഹ്യൂമൻ എക്സ്പേർട്ട്. അതായത് മനുഷ്യർക്കുള്ള ഡിസിഷൻ മേക്കിങ്ങിലുള്ള കഴിവ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. സോ സാധാരണ ഒരു കമ്പ്യൂട്ടറിന് ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റീസ് ഇല്ല, പക്ഷേ ആ കേപ്പബിലിറ്റീസ് ഉള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയാണ് വി കോൾ ഇറ്റ് ആസ് എൻ എക്സ്പേർട്ട് സിസ്റ്റം. So these expert systems are designed to solve complex problems by reasoning through bodies of knowledge. ഈ നമ്മുടെ കയ്യിലുള്ള നോളജിനെ റീസണിങ് നടത്തിയിട്ട് they are used to സോൾവ് കോംപ്ലെക്സ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? നമ്മുടെ കയ്യിലുള്ള നോളജ് ബോഡീസിനെ റീസൺ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്തിട്ട്. ഓക്കെ, സോ this is actually a knowledge based system. So നേരത്തെ പറഞ്ഞു അതിന് 3 പാർട്ടുണ്ട്. There is a knowledge base. This is the knowledge base. Sorry. So this is the knowledge base. This is the knowledge base, and there is an inference engine. Then there is a user interface. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ചെയ്യുന്ന നോളജിനെ ഏതാണോ അനലൈസ് ചെയ്യുന്നത്, ദർ ഈസ് എ വർക്കിംഗ് മെമ്മറി ഓർ കോൾഡ് എസ് ബ്ലാക്ക് ബോർഡ്. അതായത് ഇപ്പോൾ ചെയ്യുന്ന നോളജ് ബേസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻ ദ വർക്കിംഗ് മെമ്മറി. ഓക്കെ, സോ ദർ ഇസ് എ ഡിഫറൻസ്. നമ്മൾ പറഞ്ഞു നോളജ് ബേസ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് എക്സ്പേർട്ട് സിസ്റ്റം പറഞ്ഞു. പക്ഷേ നോളജ് ബേസ് സിസ്റ്റവും എക്സ്പേർട്ട് സിസ്റ്റവും കംപ്ലീറ്റ്ലി ദേ ആർ നോട്ട് ഐഡൻറ്റിക്കൽ. ദേ ആർ സിമിലർ ബട്ട് ദേ ആർ നോട്ട് ഐഡൻറ്റിക്കൽ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പേർട്ട് സിസ്റ്റം റെഫേഴ്സ് ദ ടൈപ്പ് ഓഫ് ടാസ്ക്. ഓക്കെ, ദ സിസ്റ്റം ഈസ് ട്രൈങ് ടു അസിസ്റ്റ് വിത്ത്. അതൊരു ടാസ്കിൻ്റെ ടൈപ്പാണ്. അതേസമയം നോളജ് ബേസ് സിസ്റ്റം ഇറ്റ് റെഫേഴ്സ് ടു ദ ആർക്കിടെക്ചർ ഓഫ് ദ സിസ്റ്റം. അതാണ് മെയിൻ ഡിഫറൻസ്. എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ടൈപ്പ് ഓഫ് ടാസ്ക് ദ സിസ്റ്റം ഈസ് ട്രൈങ് ടു അസിസ്റ്റ് വിത്ത്. ഈ സിസ്റ്റം അസിസ്റ്റ് ചെയ്യുന്ന ഒരു ടാസ്കിൻ്റെ ടൈപ്പാണ് എക്സ്പേർട്ട് സിസ്റ്റം. പക്ഷേ നോളജ് ബേസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ആർക്കിടെക്ചർ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, നോളജ് ബേസ് സിസ്റ്റത്തിൻ്റെ പാർട്സിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ നോളജ് ബേസ് ഇസ് എ ടെക്നോളജി യൂസ്ഡ് ടു സ്റ്റോർ കോംപ്ലെക്സ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇൻഫർമേഷൻ യൂസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു നോളജ് ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ ടെക്നോളജി യൂസ്ഡ് ടു സ്റ്റോർ കോംപ്ലെക്സ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇൻഫർമേഷൻ. സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതും അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെയും സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് നോളജ് ബേസ് എന്ന് പറയുന്നത്. So it is the end product of collecting and organizing all of that information into a useful form through a process called as knowledge management. ഒരു ഓർഗനൈസേഷനിലും കളക്ഷനും, അതായത് നോളജ് മാനേജ്മെൻറ്റ് ഉപയോഗിച്ച് ഇൻഫർമേഷനെ കളക്റ്റും ഓർഗനൈസും ചെയ്യുന്നതിൻ്റെ എൻഡ് പ്രൊഡക്റ്റാണ് നോളജ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഇൻഫറൻസ് എൻജിൻ. Okay, so inference engine is a component of the system that applies logical rules to the knowledge base to deduce new information. അതായത് നമ്മുടെ കയ്യിലുള്ള നോളജ് ബേസിലേക്ക് ലോജിക്കൽ റൂൾസ് അപ്ലൈ ചെയ്തിട്ട് പുതിയ ഇൻഫർമേഷനെ ഡെഡ്യൂസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കോമ്പോണൻ്റാണ് ഇൻഫറൻസ് എൻജിൻ എന്ന് പറയുന്നത്. സോ ഇൻഫറൻസ് എൻജിൻ 2 മോഡ്സിൽ അല്ലെങ്കിൽ 2 സ്ട്രാറ്റജി ഉപയോഗിച്ച് വർക്ക് ചെയ്യും. ഫസ്റ്റ് വൺ ഇസ് ഫോർവേഡ് ചെയിനിങ് ആൻഡ് ബാക്ക്വേർഡ് ചെയിനിങ്. അപ്പോൾ ഫോർവേഡ് ചെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഫാക്റ്റിനെ വെച്ചിട്ട് പുതിയ ഫാക്ട്സിനെ കണ്ടുപിടിക്കുന്നതാണ് ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുന്നത്. അതേസമയം ബാക്ക്വേർഡ് ചെയിനിങ്ങിൽ ഗോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പുറകോട്ട് സഞ്ചരിക്കും ആൻഡ് ഡിറ്റർമൈൻ വാട്ട് ഫാക്ട്സ് മസ്റ്റ് ബി അസേർട്ടഡ് സോ ദാറ്റ് ഗോൾസ് ക്യാൻ ബി അച്ചീവ്ഡ്. അതായത് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കണം
എന്നത് നമ്മൾ കണ്ടുപിടിക്കും. സോ ഫോർവേഡ് ചെയിനിങ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഫാക്ട്സ് ആൻഡ് ഇറ്റ് ഗോസ് ഓൺ ഇംപ്രൂവിങ് ഇറ്റ് സെൽഫ് ആൻഡ് ഫൈൻഡ് ന്യൂ ഫാക്ട്സ് സോ ദാറ്റ് നമുക്ക് ആ പറയുന്ന ഒരു ഗോളിൽ അച്ചീവ് ചെയ്യാം. അതേസമയം ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഗോളിൽ നിന്ന് തുടങ്ങി പുറകിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ഇൻഫറൻസ് എൻജിൻസിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോർവേഡ് ചെയിനിങ് ആണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഗെയിം തിയറി ഒക്കെ ആണെങ്കിൽ ഗെയിം തിയറിയിലൊക്കെ നമ്മൾ ബാക്ക്വേർഡ് ചെയിനിങ് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മളുടെ കയ്യിലുള്ള ഗെയിംസിനെ സബ് ഗെയിം അല്ലെങ്കിൽ സബ് മോഡ്യൂൾസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് വി ഓൾസോ കണ്ടക്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗെയിം തിയറീസ്. ഓക്കെ, ബാക്ക്വേർഡ് ചെയിനിങ്. അപ്പോൾ ഒരു ഇൻഫറൻസ് എൻജിൻ ഉപയോഗിക്കുന്ന ലോജിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഈഫ് ദെൻ റൂൾസ് ആൻഡ് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്സ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ നെക്സ്റ്റ് മോഡ്യൂളിൽ പഠിക്കും. സോ ഒരു ഇൻഫറൻസ് എൻജിൻ ഉപയോഗിക്കുന്നത് ഈഫ് ദെൻ റൂൾസും ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കും ക്വാണ്ടിഫയേഴ്സും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഉള്ള ഇൻഫറൻസ് എൻജിൻസ് പ്രൈമറിലി ഫോർവേഡ് ചെയിനിങ് ആണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. So it is implemented mainly using Lisp programming language. Lisp ഉപയോഗിച്ചാണ് സാധാരണ ഫോർവേഡ് ചെയിനിങ്ങിലുള്ള ഇൻഫറൻസ് എൻജിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. സോ പക്ഷേ ഏറ്റവും വൺ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ഫോർവേഡ് ചെയിനിങ് എൻജിൻ വാസ് OPS5 വിച്ച് യൂസ് ദി RET അൽഗോരിതം. അപ്പോൾ ഇതിൽ RET അൽഗോരിതം എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് കമ്മിങ് മോഡ്യൂൾസ് നമ്മൾ പഠിക്കും. അപ്പം ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഫോർവേഡ് ചെയിനിങ് എൻജിനാണ് OPS5 എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് യൂസസ് RET അൽഗോരിതംസ്. ഓക്കെ, so the applications of knowledge-based systems include real-time process control, intelligent tutoring system, construction site layout, computer system fault diagnosis. ഇതൊക്കെയാണ് നമ്മളുടെ ആപ്ലിക്കേഷൻസ്. സോ they use either forward chaining or backward chaining. മെയിനായിട്ട് ഫോർവേഡ് ചെയിനിങ് ആണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ബാക്ക്വേർഡ് ചെയിനിങ്സും ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ സൈറ്റ് ലേഔട്ടിൽ മെയിനായിട്ട് നമ്മൾ ബാക്ക്വേർഡ് ചെയിനിങ് ആണ് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.